വരാനിരിക്കുന്നത് കലിയുഗമാണ്. എങ്ങും അധർമ്മം വിളയാടുമ്പോൾ, പ്രപഞ്ചം അന്ധകാരത്തിൽ ആഴുമ്പോൾ നാം വീണ്ടും അവതാരമെടുക്കും. അന്ന് കലിയുടെ പ്രഭാവം ആ പിറവിയെപ്പോലും തടയാൻ ശക്തിയുള്ളതായിരിക്കും. അന്ന് നീ നമുക്ക് രക്ഷകനാകും. ആകാശത്തിൽ സൂര്യനില്ലാതാകുമ്പോൾ, വായു വിഷമലിനമാകുമ്പോൾ, ഹിമാലയം ഹിമരഹിതമാകുമ്പോൾ, ഗംഗയിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാതാകുമ്പോൾ, നിന്റെ നെറ്റിയിൽ ഈ ശിവമണി തിരിച്ചെത്തുമ്പോൾ അതാണ് സമയം. ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി, ഈ ഭൂമിയിലെ ആദ്യ നഗരം. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കിൻ. മരണത്തിന് ഞാൻ ഒരുപാട് ജീവൻ ഭിക്ഷ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതെന്നെ ഒന്നും ചെയ്യില്ല. ഭയപ്പെടരുത്. മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. അവന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. വന്നു. കാശിയിലെ ദൈവം തിരിച്ചു വന്നു. ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. റെക്കോർഡ് ചെക്ക്. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല, ഇനി തോൽക്കാനും പോകുന്നില്ല. അവളെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് മാത്രമേ പറ്റൂ. നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. ഏതോ ഒരു പുതിയ പവർ ഇതിന്റെ പിന്നിലുണ്ട്. സമയമായിരിക്കുന്നു. കണ്ടില്ലേ കേശവ, ഇവനാണോ നമുക്ക് സമാനൻ? ഹേ ധനഞ്ജയ, നിന്റെ രഥം അഗ്നിദേവന്റെ വരം, കാവലാൾ ധ്വജസ്ഥിതനായ ആഞ്ജനേയൻ, തേരാളിയായി ത്രിലോകനാഥനായ നാം. എന്നിട്ടും രഥം രണ്ടടി പിറകോട്ട് നീങ്ങിയെങ്കിൽ ആലോചിക്കൂ അർജുന. അവനൊരു സാധാരണ യോദ്ധാവല്ല. അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാകും. സൂര്യപുത്രൻ വൈകർത്തനൻ. കർണൻ. വൈകിപ്പോയോ ആചാര്യപുത്ര?